നോക്കൂ, വോട്ടെടുപ്പ് യന്ത്രങ്ങൾക്ക് കൂട്ടുകിടക്കും എന്നാണ് ആം ആദ്മി പാർട്ടി പറഞ്ഞിരുന്നത്. അതായത് കൃത്രിമം നടക്കാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ വിജയ പ്രഖ്യാപനത്തിലേക്ക് ബിജെപി വരുമ്പോൾ ഇനി ആരോപണം ഉന്നയിക്കാൻ സാധ്യത. അല്ല, അങ്ങനെയാണെങ്കിൽ ആം ആദ്മി പാർട്ടി എങ്ങനെയാണ് 25 സീറ്റ് കിട്ടിയത്? 25 സീറ്റ് അവർക്ക് കിട്ടുന്നു എന്നുള്ളത് ഈ പറയുന്ന 10 വർഷത്തെ ആന്റി ഇൻകംബൻസി അതിഭയങ്കരമായ ഏതൊക്കെ പ്ലസ് പോയിന്റ്സ് ആണോ അരവിന്ദ് കെജ്രിവാളിന് ഉണ്ടായിരുന്നത് അതെല്ലാം തന്നെ BJP കൂടി ഏറ്റെടുത്തു എന്നുള്ളതാണ് അല്ലേ. ഇപ്പൊ ഫ്രീ ബീസിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല, എന്താണ് ആം ആദ്മി പാർട്ടി പറയുന്നത് അതിനേക്കാൾ 100 രൂപ കൂടുതലാണ് എല്ലാ കാര്യത്തിലും BJP പ്രഖ്യാപിച്ചത്. അതിപ്പോ ലൈഫ് ഇൻഷുറൻസ് യോഗേന്ദ്ര യാദവും അതുപോലെ തന്നെ സ്വാതി മാലിവാളും അടക്കമുള്ള നേതാക്കൾ രംഗത്ത് വന്ന് അണ്ണാ ഹസാരെ പറഞ്ഞതിന്റെ ബാക്കി പറയാൻ പോവുകയാണ്. ഈ പാർട്ടിക്കകത്ത് ഒരു പ്രശ്നമുണ്ടാകും. സ്വാഭാവികമായിട്ടും തോൽക്കുന്ന ഒരു പാർട്ടിക്കകത്ത് പലതരത്തിലുള്ള പൊട്ടിത്തെറികളുണ്ടാവും. ആം ആദ്മി പാർട്ടിക്ക് സ്വാതി മാലിവാളിന്റെ പ്രശ്നമായി മാത്രമല്ല, ആദ്യഘട്ടത്തിൽ തന്നെ പ്രശാന്ത് ഭൂഷണെ പോലൊരു നേതാവ് എങ്ങനെയാണ് പുറത്തേക്ക് പോകുന്നത്, അല്ലെങ്കിൽ യോഗേന്ദ്ര യാദവിനെ അതിന്റെ കാര്യം അവരന്ന് പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഏകാധിപത്യ പ്രവണതയുള്ള ഒരാളാണ്. മാത്രമേ ഉണ്ടാവുള്ളൂ അരവിന്ദ്. പക്ഷേ ഞാൻ പറയട്ടെ, എന്തുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളിനെ ഇവർക്ക് അതിജീവിക്കാൻ കഴിയാതെ പോയത് അല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്യാൻ കഴിയാതെ പോയത്? അരവിന്ദ് കെജ്രിവാളിന് അത്ര വലിയ ഇമേജാണ്. ഒന്നാമത് ഈ ചുമയും മഫ്ലറും അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്ലസ് പോയിന്റ് ആണ്. എന്നുവെച്ചാൽ ശാരീരികമായി തന്നെ വളരെ ദുർബലനായ ഒരു മനുഷ്യൻ, മഫ്ലർ കെട്ടി വരുന്ന മനുഷ്യൻ, ഇടയ്ക്കിടയ്ക്ക് ചുമയ്ക്കുന്ന മനുഷ്യൻ, ചേരുകളിലൂടെ നടക്കുന്ന മനുഷ്യൻ, ഈ രീതിയിൽ ഒരു ഇമേജ് വളരെ പെട്ടെന്ന് അരവിന്ദ് കെജ്രിവാളിന് ഉണ്ടാക്കാൻ കഴിഞ്ഞു. ആ രീതിയിലുള്ളൊരു ഇമേജ് മറ്റാർക്കും ആ പാർട്ടിയിൽ ഉണ്ടാക്കാനും കഴിഞ്ഞില്ല. പിന്നെ വരുന്നത് ഭഗവന്ത് സിംഗ് മാനാണ്. ഭഗവന്ത് സിംഗ് മാൻ എന്ന് പറയുന്ന പഞ്ചാബ് മുഖ്യമന്ത്രി ഉണ്ടാക്കുന്നത് തന്നെ അരവിന്ദ് കെജ്രിവാളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ എന്നുള്ള നിലയ്ക്കാണ് എപ്പോഴും ഭഗവന്ത് സിംഗ് മാൻ ഉണ്ടായിട്ടുള്ളത്. അപ്പം ആ പാർട്ടിയിൽ ചോദ്യം ചെയ്യാൻ കഴിയാത്ത നേതാവായിട്ട് തലയെടുപ്പോടുകൂടി നിന്നിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിനെ ഒരൊറ്റ കേസിൽ കുടുക്കി നരേന്ദ്രമോദി അകത്തിടുന്നു. അതെന്താണ് കേസ്? മദ്യനയ അഴിമതി എന്ന് പറയുന്നത്. ആ അഴിമതി എന്നുള്ളൊരൊറ്റ വാക്കാണ് പ്രധാനമായിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഷീഷ മഹലിന്റെ വലിയ മോഡൽ ഉണ്ടാക്കി, പല തരത്തിലുള്ള മോഡലുകൾ ഉണ്ടാക്കിയിട്ട് ഡൽഹിയിൽ ഉടനീളം, ഞാൻ പറയുന്നത് ന്യൂഡൽഹി മാത്രമല്ല, ആ ഡൽഹി സ്റ്റേറ്റിൽ ഉടനീളം പ്രചാരണം നടത്തുകയായിരുന്നു. എന്നിട്ട് ഒരാൾ നിൽക്കും, ഒരു വലിയ ട്രക്കിലാണ് ഈ ഷീഷ മഹൽ കൊണ്ടുവരിക, എന്നിട്ട് ഇതാണ് ഇദ്ദേഹത്തിന്റെ ബെഡ്റൂം.